രേണുസുതിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നവർക്ക് വേണ്ടി വലിയൊരു സ്ഥാനം തന്നെ രേണുസുതി എന്നാലും ഇപ്പോഴും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് രേണുസുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണത്. പക്ഷേ ഈ സമയത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് രേണുസുതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഒരു ദിവസം തന്നെ ഒന്നിലധികം പോസ്റ്റുകൾ എന്നാലും രേണുസുതി എന്നാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് തന്നെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ പറയുന്നതും അതുപോലെ തന്നെ തന്റെ ചില കാര്യങ്ങളൊക്കെ താൻ തന്നെ ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇതിൽ നമുക്ക് കാണാവുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 തന്നെ തനിക്കൊപ്പം ഉണ്ടായിരുന്ന അനുമോൾ, ആദില, നൂറ ഇവരെല്ലാം തന്നെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ട് തനിക്ക് ഒരുപാട് സന്തോഷമായി എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത് നല്ല രീതിയിൽ തന്നെ വൈറലായ ഒരു ഫോട്ടോയും ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശൈത്യയാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ 7 തന്നെ ഉണ്ടായിരുന്ന ശൈത്യയാണെങ്കിലും വീഡിയോനോട് സംസാരിക്കുന്ന ഒരു വീഡിയോയും എന്നാലും രേണുസുതിയുടെ പേജിലൂടെ തന്നെ എന്നാലും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലും ശൈത്യ പറയുന്നതാണ് തന്റെയും ആരോഗ്യാവസ്ഥ കുറച്ച് മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ താൻ ഈ അവസ്ഥയിൽ പോയി രേണു ചേച്ചിയെ പോയി കാണാൻ പോയി കഴിഞ്ഞാൽ രേണു ചേച്ചിക്ക് വേറെ വല്ല ഇൻഫെക്ഷനോ മറ്റോ ആകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് താൻ എന്നാലും കാണാൻ പോവാതിരുന്നത്. എന്നാലും വീഡിയോ കോളും മറ്റൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ എന്നാലും ശൈത്യം എന്നാലും പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് സീസൺ 7 കൂടെ മത്സരിച്ചിരുന്ന ആൾക്കാർ മാത്രമല്ല, അതിന് പുറമെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ വിവരം അന്വേഷിക്കുന്നതിനെ കുറിച്ചും ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ചും എല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നിരവധിയായിട്ട് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം രേണുസുതി അത്രയധികം ആൾക്കാർക്കിടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം രേണുസുതിയുടെ പേജിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരൊറ്റ കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് ഇത്തരത്തിലുള്ള ഓരോ സന്ദർശനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ ആശ്വാസ വാക്കുകളാണെന്നുണ്ടെങ്കിലും അവർക്കത് അത്രയധികം ഗുണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവര് ഒരുപാട് സന്തോഷത്തിന് കാരണമായി മാറുന്നുണ്ട് എന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ രേണുസുതി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വളരെയധികം നല്ലൊരു അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും കാണാൻ സാധിക്കട്ടെ.